ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു അടിപൊളി കോംബോ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമുക്ക് കുഴച്ച് വെക്കേണ്ട, അതുപോലെ തന്നെ പരത്തി വെക്കേണ്ട, കുതിർത്ത് വെക്കേണ്ട, ഒന്നും ചെയ്യാതെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. അതിന് കോംബോ ആയിട്ടുള്ള ഒരു അടിപൊളി എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമാവുമെങ്കിൽ എന്തായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും കൂടി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഇതാ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ റവ എടുക്കുമ്പം റോസ്റ്റ് ആയതായാലും അല്ലെങ്കിൽ വറുക്കാത്തായതും ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 3 ടേബിൾ സ്പൂണ് ഗോതമ്പ് മാവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇതാ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതാ 1 ടീസ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ വേണ്ടത് 2 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് ഫസ്റ്റ് തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഇല്ലേ, 2 കപ്പാണല്ലോ മൊത്തത്തിൽ വേണ്ടത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി. ഈ ഒരു ഇതിൽ വേണം മാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു കുറഞ്ഞതൊരു 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കുറഞ്ഞതൊരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. അടിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ ഞാനൊരു 5-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 7 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. കുറേയൊന്നും ഡബിളാകണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് അല്ലേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായി വരുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ മാവ് ഒരു തവി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് പരത്തി എടുക്കണ്ട. ഇതുപോലെ ഒന്ന് ഒരു തവി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഓൾസ് വരുമല്ലോ, ആ സമയത്ത് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒഴിച്ച പാട് തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞ പാടും ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇത് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയ പാടും ഒരു കാസറോളെല്ലാം അടിച്ച് വെച്ച് ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ റവ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു അപ്പമാണ് കേട്ടോ. ഇനി അതിന് കോംബോ ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. നല്ല ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഇതാ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് തന്നെ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പം ഫസ്റ്റ് തന്നെ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പം ഞാനൊരു 3 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഇതേപോലെ ഒന്ന് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് 1 മിനിറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ആ എണ്ണയിൽ നിന്ന് മുട്ട കോരി മാറ്റാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സവാള വഴറ്റാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇതാ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അത്യാവശ്യം വലിയ ഒരു സവാള ഞാൻ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് സവാള ഒന്ന് സോഫ്റ്റായി വഴറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ.
ഇനിതാ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ 1 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി വന്നാൽ ഇതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തക്കാളി എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ എടുത്ത തക്കാളി പച്ചയാണ്, കുറച്ച് പച്ചയാണ്. അപ്പോൾ അത് വഴണ്ടി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പം നല്ല പഴുത്ത തക്കാളി എടുത്താൽ പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. ഇനി നമുക്കത് കുറച്ച് സമയം അടിച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം തക്കാളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓവർ വേണ്ട, നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല, അതുകൊണ്ട് ഒരു 1/4 കപ്പോളം മാത്രം മതി. ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വെള്ളം ഒന്ന് കുറുകി വരണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളമെല്ലാം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്തിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അത് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് 1-2 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇളക്കി കുത്തി ഇളക്കണ്ട, അപ്പം മുട്ട പൊട്ടിപ്പോവും. അതുപോലെ ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണിത്. അപ്പം എന്തായാലും ഈ 2 റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം അരിയെല്ലാം കുതിർത്ത് വെക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു റവ കൊണ്ടുള്ള ഒരു അപ്പമാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള എഗ് റോസ്റ്റും ആണ്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവുമെങ്കിൽ എന്തായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.